നമ്മുടെ അർജുനും ശ്രീതുവും എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു കോംബോയാകാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ശ്രീതുവാണ് കഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അർജുന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുറേ വേണ്ട വേണ്ട എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. എങ്കിൽ വേണം പക്ഷെ കൂടുതലും വേണ്ടെന്നാണ്. കാര്യം സിബിനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ അർജുനിൽ വലിയൊരു കോംബോ അല്ലെങ്കിൽ ഒരു പൊസസീവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ് നമ്മുടെ അർജുൻ. അപ്പോൾ അവിടത്തേക്ക് ഇടിച്ച് കയറി ശ്രീതു ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അർജുൻ്റെ ആ ഒരു പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നു. ഇന്നലെ തന്നെ രാത്രിയിൽ ബാത്റൂമിലേക്ക് പോയ നമ്മുടെ അർജുൻ്റെ പുറക്കെ ചെന്ന് ശ്രീതു ഡോറ് കുറ്റിയുടെ പുറത്തുനിന്ന് ഒരുപാട് നേരം കൊണ്ട് തുറക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ലാസ്റ്റ് അർജുൻ തുറക്കെന്ന് പറഞ്ഞ് ശ്രീതു തുറന്നപ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് അർജുൻ ശ്രീതുവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. തിരിച്ച് റിവെഞ്ച് ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് തള്ളി കയറുവാണ്. അർജുൻ ഒരു തരത്തിന് സമ്മതിക്കുന്നില്ല. ബാത്റൂമിൻ്റെ വെള്ളം തന്നെ അർജുൻ ദേഹത്തേക്ക് ഒഴിക്കണം. അതിലെ പോയ അപ്സരയോട് സഹായം തേടുന്നു. അപ്സര പറയുന്നത് പറ്റില്ല മോനെ. അവസാനം ശ്രീതു നിരാശപ്പെട്ട് പോകേണ്ടി വരുന്നു. നമ്മുടെ അർജുൻ പറയുന്നത് എങ്കിൽ വാഷ് ബേസിൻ്റെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല, ബാത്റൂം വെള്ളം തന്നെ ഒഴിക്കണം എന്നാൽ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അർജുനും പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ട് എന്ന സ്നേഹം കാണിക്കുന്നുണ്ട്. ഒരു ടോം ആൻഡ് ജെറി കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കണ്ടു തന്നെ അറിയാം ഈ കോംബോ എത്രമാത്രം സക്സസ് ആവും, എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന്. എന്താണെങ്കിലും എല്ലാം ഒരു ഗെയിമിന് വേണ്ടി തന്നെയാണ്. അത് അർജുനും ശ്രീതുവാണ് തന്നെയും, അതുപോലെ തന്നെ ഗബ്രിയും ജാസ്മിനും ആണെങ്കിലും. പിന്നെ കാണാൻ രസം ഉണ്ടെങ്കിൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുകയും തന്നെ ചെയ്യും അല്ലേ. ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഈ ഒരു കോംബോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.